ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം ജന്മാഷ്ടമിയാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള കണ്ണേറ്റ കൃഷ്ണൻ അമ്പലത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. ഞാനും അമ്മയും മോളുമായിട്ടാണ് ഇന്ന് അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കൃഷ്ണൻ അമ്പലം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അമ്പലം തന്നെയാണ്. വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. എന്നൊന്നും ഞാനിവിടെ വരാറില്ല. കുറച്ച് വിഷുവിനാണ് ലാസ്റ്റ് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് കൃഷ്ണൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെ ആദ്യം വരാമെന്ന് കരുതി ഞങ്ങൾ 3 പേരും വന്നു. ജന്മാഷ്ടമിക്ക് അറിയാമല്ലോ, കൃഷ്ണൻ്റെ ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷ്ണൻ്റെ എല്ലാവിധ ഐശ്വര്യവും നമുക്ക് കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അപ്പം ഇവിടെ നമ്മൾ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ രീതിയിൽ ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ ചാത്തന്നൂർ കാരംകോട് അവിടെയാണ് ഈ അമ്പലം. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഈ അമ്പലത്തിൽ വരാറുണ്ട്. ഇന്നെന്നല്ല, കൃഷ്ണൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, എന്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ഉണ്ടെങ്കിലും ഈ അമ്പലത്തിൽ എല്ലാവരും വരാറുണ്ട്. ഇവിടെ ഇന്ന് പ്രത്യേക പൂജകളും അതേപോലെ തന്നെ പരിപാടികളും ഡാൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാത്തതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ ദൂരെയുള്ള അമ്പലങ്ങളിലൊന്നും പോകാറില്ല. അപ്പോൾ ഇത് അടുത്തായതുകൊണ്ട് തന്നെ അമ്മയും കൂട്ടിയാണ് ഇന്ന് ഈ അമ്പലത്തിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ജന്മാഷ്ടമി ആയതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. ആ പച്ച ബ്ലൗസിൽ നിൽക്കുന്നതാണ് എൻ്റെ അമ്മ. അമ്മ അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ല, എങ്കിലും ഞങ്ങൾ പതുക്കെ അമ്മ അറിയാതെ എൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഒരു സ്വാമി നമുക്ക് ഒരു പൂജയുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ശ്രേഷ്ഠമായൊരു തിരുമേനിയാണ്. പുള്ളിക്കാരൻ എങ്ങനെയാണ് നമ്മൾ നാമം ജപിക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാദേവനെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, അതൊക്കെയാണ്. മോളെ കൊണ്ട് പാഠം ജപിക്കണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് അമ്പലത്തിൽ പോയോ? ഏതൊക്കെ അമ്പലത്തിലാണ് നിങ്ങൾ പോയതെന്നൊക്കെ കമൻ്റ് ഇടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ കുടുംബ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അമ്പലം തന്നെയാണ്. ഞാനൊരു മഹാദേവ ഭക്തയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ വീട് എന്ന് പറയുന്നത് മുണ്ടക്കയിലാണ്. അവിടെ എൻ്റെ കുടുംബ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്. ഇതെൻ്റെ അമ്പലമല്ല, എങ്കിലും ഇത് മഹാദേവൻ്റെ അമ്പലമാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഒരു 3 വർഷത്തിൽ കൂടുതലായി ഈ അമ്പലത്തിൽ ഞങ്ങൾക്ക് വരാനേ പറ്റുന്നില്ലായിരുന്നു. എന്തൊക്കെയോ തടസ്സങ്ങൾ. അങ്ങനെ ഫൈനലി ഇന്നത്തെ ദിവസം എനിക്ക് ഇവിടെ വരാനുള്ളൊരവസരം കിട്ടി. അപ്പോൾ ഇവിടെ എനിക്ക് 2-3 വർഷം മുമ്പ് വയ്യാതായപ്പോഴത്തേന് ഒരു വൈറൽ ഫീവറോ എന്തൊക്കെയോ ഇച്ചിരി സീരിയസ് ആയിട്ട് വന്നപ്പോഴത്തേന് അമ്മ ഇവിടെ ഒരു വിളക്ക് നേർന്നിരുന്നു. അത് അന്ന് മുതലേ നമ്മൾ കൊണ്ടു കൊടുക്കാൻ ഇങ്ങനെ പല പ്രാവശ്യവും ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെ ഇന്ന് ഇത് കൊടുക്കാനായിട്ടും കൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വിളക്ക് അമ്മ നേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നൽകണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മഹാദേവനെ കാണണമെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇത് നമ്മുടെ മുണ്ടയ്ക്കൽ വന്നിട്ട് പറക്കോട്ട് ക്ഷേത്രം എന്ന് പറയും. പറക്കോട്ട് അമ്പലം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ശിവക്ഷേത്രമാണ് മെയിനായിട്ട്. ഇത് എനിക്ക് ഒരുപാട് വിശ്വാസമുള്ളൊരു അമ്പലമാണ്. ചെറിയൊരു അമ്പലമാണ്, എങ്കിലും ഒരുപാട് വിശ്വാസമുണ്ട് എനിക്ക് ഈ അമ്പലത്തിൽ. എന്തെങ്കിലും ഒരു വിഷമം എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഈ മഹാദേവനെയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രത്തോളം എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു മനസ്സിനൊരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3 വർഷമായിട്ട് എനിക്ക് ഈ അമ്പലത്തിൽ വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും അമ്മയ്ക്കും ഈ അമ്പലത്തിലോട്ട് വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഇന്നത്തോടെ തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ വിളക്ക് കത്തിക്കുകയാണ്. അമ്മ നേർന്നതാണ് എനിക്ക് വേണ്ടിയിട്ട്, എങ്കിലും ഞാൻ ഈ വിളക്ക് കത്തിക്കുകയാണ്. നമ്മുടെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് അർപ്പിച്ച് അതിൽ എണ്ണയും തിരിയും ഇട്ട് നമ്മൾ ഇതിനകത്ത് വിളക്ക് കത്തിക്കുന്നതോടെ ഇതിൻ്റെ ഒരു ചടങ്ങ് പൂർത്തീകരിക്കും. കാരണം എനിക്ക് അന്ന് കുറച്ച് സീരിയസ് ആയിട്ട് പനിയാണെങ്കിലും കുറച്ച് അധികം ആയിട്ട് വന്നപ്പോഴത്തേനും അമ്മ ഭയന്ന് പോയി. അപ്പോൾ അമ്മയ്ക്ക് സ്നേഹത്തോടെ അമ്മ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നേർന്നതാണ്.
അങ്ങനെ നമ്മൾ ഇന്ന് ഇത്രയും നാൾക്ക് ശേഷം ഇന്നാണ് ഇവിടെ വരാൻ എനിക്ക് പറ്റിയത്. ഈ അമ്പലത്തിലെയും ഫുൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അറിയാമല്ലോ, എല്ലാ അമ്പലങ്ങളിലും നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിലും ഇങ്ങനെ ചെറിയ രീതിയിൽ വീഡിയോ എടുത്തു. എനിക്ക് ഗണപതിയുടെ ഒന്നും വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ അയ്യപ്പനും മഹാദേവനെയും മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ സർപ്പക്കാവ്, ചെറിയ സർപ്പക്കാവാണ്. ഇവിടെ ഇപ്പോൾ പൂജ സർപ്പക്കാവിൽ നടത്തുന്നില്ല. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ നിന്നും ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവുകയാണ്. കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ വൺസ് അഗെയിൻ ഹാപ്പി ജന്മാഷ്ടമി.